കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതിനും അതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുന്നതിനും ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റിൽ പെട്ടെന്നുണ്ടാവുന്ന പല വ്യത്യാസങ്ങളും പല സ്ത്രീകൾക്കും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. അവരുടെ പീരിയഡ്സിൽ അഫക്റ്റ് ചെയ്യും, അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നതിന് കാരണമാകും. അങ്ങനെ ക്ലൈമറ്റ് എല്ലായ്പ്പോഴും സ്ത്രീകൾക്ക് ആ ഒരു ഫെർട്ടിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ സീസണിൽ വരുന്ന ചേഞ്ചസും പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അങ്ങനെ നമ്മുടെ റെയിനി സീസണിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് തലവേദനയാണ്. തലവേദന നമുക്ക് കൂടുതലായിട്ടും പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് തലവേദന ഉണ്ടാവുന്നത്. ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നോർമലി എത്രത്തോളമാണോ ഉണ്ടായത് അതിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് പ്രഗ്നൻസി സമയങ്ങളിൽ ചാൻസ് ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ആ വെയിൻസ് ഒക്കെ ഒന്ന് വലുതാവുമ്പോൾ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസും ഒക്കെ കൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് തലവേദന അനുഭവപ്പെടുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഒരു റെയിനി സീസണിൽ ഈ ഒരു തലവേദന ഉണ്ടാവാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളിപ്പോൾ റെയിനി സീസണിലാണ് നമ്മൾ പ്രഗ്നന്റ് ആകുന്നതെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് ഭയങ്കരമായിട്ടും കുറവായിരിക്കും. നമുക്ക് ദാഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് വിയർപ്പ് കൂടുതലായിട്ട് ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്താലും മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്ഷീണം ഉണ്ടാവില്ല. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വെള്ളം കുടിക്കുന്നതിന്റെ റിക്വയർമെന്റ് ഭയങ്കരമായിട്ടും കുറവായിരിക്കും. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തലവേദന പ്രഗ്നൻസി സമയത്ത് റെയിനി സീസണിൽ കൂടുതലായിട്ടും അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് നോഷിയ, അല്ലെങ്കിൽ നമുക്ക് വോമിറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് കൂടുക. നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടും അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓൾറെഡി നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് അതിനൊരു കാരണമാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൂടി നമ്മളിലോട്ട് വരുമ്പോഴേക്കും ഈ ഡീഹൈഡ്രേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ വോമിറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് തളർച്ചയും ക്ഷീണവുമാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ പോലെ ഡീഹൈഡ്രേഷൻ തന്നെയാണ്. നമ്മൾ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഒരുപാട് ദാഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. നമ്മൾ ഒരുപാട് ശരീര പ്രവർത്തനങ്ങൾ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നടക്കുന്നുണ്ട്. നോർമലി പ്രഗ്നന്റ് ആകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റീസ് ഒക്കെ നോർമലായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പ്രഗ്നൻസി ആകുന്ന സമയത്ത് ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്നെയും കൂടി നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം കൂടുതലായിട്ടുള്ള വാട്ടർ റിക്വയർമെന്റ്സ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു റിക്വയർമെന്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും തുടർച്ചയായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഈ സിറ്റുവേഷൻ കൂടിയിട്ട് അടുത്തൊരു പ്രഗ്നൻസി ലക്ഷണമായിട്ടുള്ള തലകറക്കവും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി ലക്ഷണമായിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് ഈ തലകറക്കം എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഈ ഒരു നമുക്ക് വെള്ളത്തിന്റെ റിക്വയർമെന്റ് ശരീരത്തിൽ കുറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടി പോകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു അസ്വസ്ഥത എന്ന് പറയുന്നത് കുറച്ച് വെള്ളം വരെ മഴക്കാലത്ത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ പോലും നമുക്കുണ്ടാവുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഫ്രീക്വന്റ് യൂറിനേഷൻ എന്ന് പറയുന്നത്. മഴക്കാലം ആണെങ്കിലും ഫ്രീക്വന്റ് യൂറിനേഷൻ പലർക്കും പ്രഗ്നൻസി ലക്ഷണമായിട്ട് ഉണ്ടാവാറുണ്ട്. ശരീരത്തിലെ കിഡ്നിയും അതുപോലെ മറ്റു ഓർഗൻസും ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാകുന്നതും ശരീരത്തിലെ മറ്റു പല മാറ്റങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾ റെയിനി സീസണിലാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് വെള്ളം കുടിച്ചാൽ മതി. 2 ഗ്ലാസ് വെള്ളം കുടിച്ചാലും അടുപ്പിച്ച് നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസീസ് കൂടി വരുന്നുണ്ട്. അതും മൺസൂൺ സീസണിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മറ്റൊരു പ്രഗ്നൻസി ലക്ഷണമാണ്. അടുത്തൊരു അസ്വസ്ഥത എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് നമുക്ക് മോഷൻ പോകാനായിട്ട് ബുദ്ധിമുട്ട്. മോഷൻ പോകാനായിട്ട് പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ടും ഡൈജഷൻ ശരീരത്തിൽ കുറയുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ വാട്ടർ റിക്വയർമെന്റ്സ് ശരീരത്തിൽ കുറയുന്നത് കൊണ്ടും നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് പ്രഷർ കൊടുക്കാതെ മോഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പൈൽസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കരമായിട്ടും കൂടുതലായിരിക്കും കേട്ടോ.
ഇത്രയുമൊക്കെയാണ് മഴക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ. ഒപ്പം തന്നെ മഴക്കാലത്ത് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് വീഡിയോസ് ഓൾറെഡി ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. മഴക്കാലത്ത് ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴും എത്രത്തോളം വെള്ളം കുടിക്കുമ്പോഴും അത് നല്ലതുപോലെ തിളപ്പിച്ചിട്ടുള്ളതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക കേട്ടോ. ഐസ് വെള്ളം കൂടുതലായിട്ട് കുടിക്കാതിരിക്കുക. മറ്റുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്ന മറ്റൊരു ലക്ഷണമാണ് അലർജിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതായത് കോൾഡ് നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ മൂക്കടപ്പ് നമുക്ക് കൂടുതലായിട്ട് വരിക. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പ്രഗ്നൻസി സമയത്ത് മഴക്കാലത്ത് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നിങ്ങളുടെ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പഴങ്ങളാണെങ്കിലും കൂടുതൽ പഴുത്ത പഴങ്ങൾ നിങ്ങൾ കഴിക്കുക, അതല്ലാതെ പാതി പഴുത്ത പഴങ്ങൾ കഴിക്കാതിരിക്കുക. അതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും ഫുള്ളായിട്ട് കുക്ക് ചെയ്തത് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. സാലഡ് ആയിട്ടാണെങ്കിലും വേവിക്കാത്ത പച്ചക്കറികൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് വാട്ടർ റിക്വയർമെൻറ്റ്സ്. അത് ശരീരത്തിൽ കുറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് തന്നെ മഴക്കാലമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിൽ കുറവ് വരുത്താതിരിക്കുക. നിങ്ങൾക്ക് ദാഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു താല്പര്യമില്ലെങ്കിൽ കൂടി തന്നെയും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. 2 ലിറ്റർ വെള്ളമെങ്കിലും മഴക്കാലത്താണെങ്കിലും നിങ്ങൾ ദിവസേന കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒരുപാട് ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവരുണ്ട്. സീസൺ പോലും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ നിങ്ങൾ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒരുപാട് ആളുകൾക്ക് എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടായതിനു ശേഷവും ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കൃത്യമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായതിനു ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് പീരിയഡ് ഡേറ്റിന് മുൻപായിട്ട് ബ്ലീഡിംഗ് വന്നതിന് ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആകുന്നുണ്ട്. പണ്ടത്തെ സിറ്റുവേഷനിലൊക്കെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഒരു അര ദിവസം വരെയൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് 2 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 3 ഡേയ്സ് ചില ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ആ ബ്ലീഡിങ് പ്രീവിയസ് മന്തിനെയൊക്കെ അപേക്ഷിച്ച് നിങ്ങൾക്ക് വളരെയധികം കുറവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും റിസൾട്ട് കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. കാരണം നമ്മൾ ഇതുപോലെ തന്നെ രക്തത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നത് കൊണ്ടും നിങ്ങൾക്ക് ബ്ലീഡിങ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 5-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം 8-ാം തീയതിയാണ് ആ ബ്ലീഡിംഗ് ആയതെങ്കിൽ 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുത്തി പറയുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിനെ വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകൾക്ക് ബ്ലീഡിംഗ് തുടങ്ങുന്നതിന് 2 ദിവസമൊക്കെ മുന്നോടിയായിട്ട് ചെറുതായിട്ട് സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ പോകുന്നത്. അതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് ചോര പോയി തുടങ്ങിയത് ആ ദിവസത്തിനെ മാത്രം നിങ്ങൾ ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.